ഏവർക്കും നമസ്കാരം. ഒരു ലൈഫ് കോച്ച് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ഒരു ലൈഫ് കോച്ചിന്റെ സേവനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാന ഭാഗം വരെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു പെർസെപ്ഷനിലൂടെ കാണാനും ചില തീരുമാനങ്ങൾ എടുക്കാനും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാല്യൂസ് ആണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും, നമ്മൾ എടുക്കുന്ന ഓരോ ഓരോ ചുവടുവെപ്പിലും, അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റിയിലും, ഓരോ ആക്ഷനിലും, നമ്മളുടെ എടുക്കുന്ന ഒരു ഡിസിഷനിലും നമ്മളുടെ വാല്യൂസ് ബേസ് ചെയ്തിരിക്കും. അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നമ്മളെ വാല്യൂ എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ തീരുമാനമെടുക്കുന്നത്. ചിലപ്പോൾ ഒരു റോങ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലൈഫിൽ നമുക്ക് ലഭിക്കുന്ന കുറേ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങൾ, അതുപോലെ നമ്മൾക്ക് എൻവയോൺമെൻറ്റ്, നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പല പല കാരണങ്ങൾ കൊണ്ട് വാല്യൂ സെറ്റ് ആവും, വാല്യൂ ഫിക്സ്ഡ് ആവും, അല്ലെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വാല്യൂ ഉണ്ട്. അത് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ഒരു പാരൻസ് എൻ്റെ കുട്ടികളായിട്ടാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് അത് നമ്മുടെ വാല്യൂ ആയി മാറിയേക്കാം. പൈസ എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ടു ഹാർഡ് ടു കം, നമ്മളിലേക്ക് വരാൻ പാടാണ്, അല്ലെങ്കിൽ കാശുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് സ്ട്രോങ് ആയി അതിൽ നിന്നൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും. അതായിരിക്കും നമ്മളെ ലീഡ് ചെയ്യുന്നത്. മുന്നോട്ട് പോകുമ്പോഴും എത്ര അബൻഡൻസിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ഈ നോർമലി കാണുന്ന മോട്ടിവേഷണൽ വീഡിയോസോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ മോട്ടിവേഷണൽ ടോക്സോ ഒക്കെ നമുക്ക് തരുന്നത് ഒരു ടെമ്പററി ചേഞ്ച് മാത്രമാണ്. പെർമനൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. അതിലേക്ക് വരുത്തണമെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കറക്റ്റ് വാല്യൂവിലേക്ക് നിങ്ങളെ റീച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നത് അതൊരു കോച്ചിന് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ വാല്യൂവിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ വാല്യൂവിനെയും ചേഞ്ച് ചെയ്യുക, റീഫ്രെയിം ചെയ്യുക. വിശ്വാസങ്ങളെ റീഫ്രെയിം ചെയ്യുമ്പോൾ മെല്ലെ നിങ്ങളുടെ വാല്യൂ റീഫ്രെയിം ചെയ്യും. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുക. അതാണ് നമ്പർ 1. രണ്ടാമത്തത്, നമ്പർ 2, ക്ലാരിറ്റി ഓഫ് വിഷൻ ആൻഡ് ഗോൾ. നമ്മുടെ ജീവിതത്തിലേക്ക് പലർക്കും അറിയില്ല ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു വിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതായത് ജീവിക്കുന്ന ഈ രീതിയിലൊക്കെ ഇങ്ങ് ജീവിച്ചാൽ മതി, ലൈഫ് ബൈ ഡിഫോൾട്ട് നമ്മൾ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോട്ടെ, ആക്സിഡൻ്റലി വരുന്ന വന്നോട്ടെ, അല്ലാത്തത് പൊക്കോട്ടെ. അതല്ല, നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തിരിച്ചറിവെന്ന് പറയുന്നത്. അവനവൻ്റെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഫ്രെയിം ചെയ്യാൻ പറ്റും, സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ലൈഫിനെ ഓരോ സെഗ്മെൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വി ആർ ദ ക്രിയേറ്റേഴ്സ്, വി ആർ ദ കോ ക്രിയേറ്റേഴ്സ്. അതിനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലാണ്. ഒരിക്കലും ദൈവത്തിന്, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറിന് ഇറങ്ങി വന്നിട്ട് ഇതാണെന്ന് പറഞ്ഞ് ചെയ്ത് നമുക്ക് തരാൻ കഴിയില്ല. സോ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ആ രീതി അതിലേക്ക് നമ്മൾ എക്യുപ്ഡ് ആകണം. അപ്പോൾ നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ ബിലീഫ്സും ഒക്കെ ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് നിങ്ങളുടെ ഗോളും വിഷനും ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ ഒരു നല്ല കോച്ചിന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. മൂന്നാമത്തത്, ക്ലാരിറ്റി ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് പാഷൻ. ഓരോരുത്തർക്ക് എത്ര കഴിവുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾ അറിയില്ല. നമ്മൾ അറിയാത്ത എത്രയോ കഴിവുകളുമായിട്ടാണ് നമ്മൾ ഈ ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാമോ? പലരും ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഈ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് മാഡം പറഞ്ഞതിന് ശേഷമാണ്, എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഈ ടാസ്ക് ചെയ്തപ്പോഴാണ് എന്ന് പറയാറുണ്ട്. നമ്മളുടെ പൊട്ടൻഷ്യലും നമ്മുടെ പാഷനും ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ ഒരു പക്ഷേ അത് സ്കൂൾ കാലഘട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ ഇത്തരത്തിലുള്ള പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളുടെ എല്ലാ പൊട്ടൻഷ്യലും ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ ഒരു അധ്യാപകർക്ക് ചിലപ്പോൾ ടൈം കിട്ടണമെന്നില്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരാളുടെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ്. എല്ലാ പാരൻസിനും മക്കളുടെ പാഷനും
അതുപോലെ അവരുടെ ടാലൻറ്റും അറിയണമെന്നുമില്ല. അപ്പോൾ ഇത് അറിയുന്നത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. ഇതിന് നിങ്ങൾക്കൊരു നല്ല ലൈഫ് കോച്ചിന് തീർച്ചയായിട്ടും സഹായിക്കാൻ കഴിയും. ഒരു നല്ല ലൈഫ് കോച്ച്, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് കോച്ചിന് നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ടാലൻറ്റും നിങ്ങളുടെ കഴിവുകളും മനസ്സിലാക്കി തന്ന് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. 4ാമത്തെ ക്ലാരിറ്റി ഓഫ് പർപ്പസ് ആൻഡ് മിഷൻ. നേരത്തെ ഗോളും വിഷനും പറഞ്ഞു, ഇവിടെ പർപ്പസ് ആൻഡ് മിഷൻ. എന്താണ് പർപ്പസ്? ഇപ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് സംതിങ് ബിയോണ്ട് മോണിറ്ററി ബെനിഫിറ്റാണ്. നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിന് ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് അത് ചെയ്യാനുള്ളൊരു പർപ്പസ്. ഞാൻ എന്തിനാണ് അത് ചെയ്യേണ്ടുന്നത്? ഞാൻ എന്തിനാണ് ലൈഫ് കോച്ചിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, എൻ്റെ ബാച്ചിലർ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ പർപ്പസ് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് പ്രകാശം പരത്തുന്നതിനും ഒരുപാട് പേര് ലൈഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിനും ഒരുപാട് മില്യൺസ് ഓഫ് ആൾക്കാരുടെ ലൈഫിന് പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നതുമാണ് നിങ്ങളുടെ പർപ്പസ് എന്ന്. അതാണ് എൻ്റെ, ഇൻഫാക്റ്റ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. അപ്പോൾ അതിനകത്ത് മണി എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അൾട്ടിമേറ്റ് എൻഡ് റിസൾട്ട് എന്താണ്? അത് ഹ്യൂമാനിറ്റിക്ക് ഉതകുന്നതാണെങ്കിൽ, ആ ഹ്യൂമാനിറ്റിയുടെ ബെറ്റർമെൻറ്റിനാണെങ്കിൽ, അത് ഹ്യൂമാനിറ്റിയുടെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ പർപ്പസ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിൽ ഏറ്റവും 100% സക്സസ് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. ആ തരത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ ഒരു മിഷൻ, നിങ്ങളുടെ ദൗത്യം എന്താണ്, ഈ ഭൂമിയിൽ നിങ്ങൾ വന്നതിൻ്റെ ദൗത്യം എന്താണ്, ഈവൻ അതൊരു ഹോം മേക്കർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു കണ്ടിജൻസി സ്റ്റാഫ് ആയിക്കോട്ടെ, അവർക്കും ഒരു പർപ്പസ് ഉണ്ട്, ഒരു മിഷൻ ഉണ്ടാകണം. ആ മിഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റും. അവർ ഓരോ നിമിഷവും ആ ജോബിനെ എൻജോയ് ചെയ്യും. ഓരോ സെക്കൻഡും ജീവിതത്തെ അവർ സന്തോഷത്തോടുകൂടി ജീവിതത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ഓരോ നിമിഷത്തെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതം തിരിച്ച് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുക. അവിടെ നിങ്ങളെ എത്തിക്കണമെങ്കിൽ അതൊരു നല്ല കോച്ചിന് തീർച്ചയായിട്ടും സാധിക്കും. അത് ലൈഫ് കോച്ചിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്, ഒരു കോച്ചിങ് എടുക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് അത്. 5ാമത്തത് ക്ലാരിറ്റി ഓഫ് ബിഗ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഓഫ് ഷോർട്ട് ടൈം തിങ്കിങ് എന്ന് പറയും. മറ്റേ 2 കോസ്റ്റ് ഓഫ് ഇനാക്ഷനും കോസ്റ്റ് ഓഫ് പ്രോക്രാസ്റ്റിനേഷനുമാണ്. അതായത് നമ്മളെ ജീവിതത്തിൽ ചെറുതായി ചിന്തിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. വലിയ ചിന്തകളും വലിയ ഐഡിയാസ്, ബിഗ് ഐഡിയാസ് ആൻഡ് ബിഗ് തോട്ട്സ് ക്രിയേറ്റ് യു ബിഗ് ലൈഫ്. സന്തോഷം, വലിയ സമ്പത്ത്, വലിയ വിജയങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലുതായി ചിന്തിക്കാൻ കഴിയണം. പലപ്പോഴും നമ്മളെ പരിമിതപ്പെടുത്തുന്ന നമ്മുടെ ചിന്തകളാണ് നമ്മളെ പരിമിതപ്പെടുത്തുന്നത്. ആ പരിമിതപ്പെട്ട ചിന്തകളിലൂടെ ജീവിക്കാനാണ് ഒരു പാറ്റേണാണ് ഇതുവരെ നമുക്കുള്ളത്. നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മളുടെ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷനും ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങളും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അതിൽ നിന്നും വലുതായി ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഗൈഡ് ചെയ്യണം. ഇങ്ങനെ വലുതായി ചിന്തിച്ചാലാണ് ഈ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരണം. ഒരു കാലത്ത് എനിക്കും ചെറുതായി ചിന്തിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിലുണ്ടായ മെൻറ്റേഴ്സ്, ഞാൻ കടന്നു വന്ന പ്രോസസ്സ്, ഇതൊക്കെയാണ് എന്നെ വലുതായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു ലൈഫ് കോച്ചിൽ നിങ്ങളുടെ ജീവിതം ബിഗ്ഗായിട്ട് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. വലിയ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കഴിവുകൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ ഒരു ഫ്രെയിം ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ആശയങ്ങളുണ്ടാകും. വളരെ സ്മൂത്തായിട്ട്, ഈസി ആയിട്ട്, കൂളായിട്ട് ലൈഫ് സക്സസ് ആകാൻ പറ്റും. 6ാമത്തെ പോയിന്റ് ക്ലാരിറ്റി ഓഫ് പ്ലാനിങ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു ആർക്കിടെക്ചർ എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫിലിം എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ലൈഫിനെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് അതിനെ ഓരോ സെഗ്മെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് തരാൻ ഒരു നല്ല ലൈഫ് കോച്ചിന് സാധിക്കും. ഒരു കോച്ചിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ
നിങ്ങൾ റോ ആയിട്ട് ചെന്നാൽ മതി. ആ ഒരു കോച്ചിന് തീർച്ചയായിട്ടും നിങ്ങൾ ദ ബെസ്റ്റ് പ്ലാനിങ്ങിലൂടെ, ബെസ്റ്റ് സ്ട്രാറ്റജിയിലൂടെ ലൈഫിലെ നമ്പർ 1 ആക്കാൻ സഹായിക്കാൻ പറ്റും. 7th ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓഫ് എക്സിക്യൂഷൻ, എവല്യൂഷൻ ആൻഡ് അഡോപ്റ്റേഷൻ. ഇത് ലൈഫിൽ നമുക്കിപ്പോൾ ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാം. ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ ധാരാളം മെത്തേഡിൽ സ്മാർട്ട് ഗോൾ സെറ്റിംഗ് ഉണ്ട്, പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അത് ഒരു കോച്ച് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോസസ്സ് പറഞ്ഞു തരും. എക്സിക്യൂഷൻ ഏറ്റവും ഭംഗിയായിട്ട് ഒരു കോച്ച് നിങ്ങളെ സഹായിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവല്യൂഷൻ, നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഇവോൾവ് ചെയ്ത് വരികയാണ്. ഒരു കോച്ചിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു നിങ്ങൾ, പക്ഷേ ഓരോ സിറ്റിംഗ് കഴിയുമ്പോഴും, ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും, ഓരോ സെഷൻസ് കഴിയുമ്പോഴും നിങ്ങളൊരു എവല്യൂഷനാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ എവല്യൂഷനെ മാനേജ് ചെയ്യാൻ, ആ മാറി വരുന്ന ആ ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ, ആ ചേഞ്ചസ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ ഒരു കോച്ച് നിങ്ങളെ സഹായിക്കും. അതുപോലെ അഡോപ്റ്റേഷൻ, ഒരു നമ്മൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി വരുന്ന ചേഞ്ചസ്, പക്ഷെ നമ്മുടെ എൻവയോൺമെൻറ്റ് സ്റ്റിൽ സെയിം ആയിരിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തികൾ സെയിം ആയിരിക്കും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ നമ്മളിലാണ് മാറ്റം. ആ മാറ്റം എങ്ങനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളെ ഒരു കോച്ച് സഹായിക്കും. അപ്പോൾ ഈ ഒരു 7 ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഒരു ലൈഫ് കോച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ്. ലൈഫ് കോച്ചിങ്ങിൻ്റെ സേവനം നിങ്ങൾക്കിതിലൂടെ ലഭിക്കുന്നതാണ്. ഇതൊരു ബെസ്റ്റ് സർവീസാണ്. ഇങ്ങനെ ഒരു ലൈഫ് കോച്ചായി മാറാൻ നിങ്ങളൊരു ലിസണറാണെങ്കിൽ, നിങ്ങൾക്ക് ആളുകളിൽ പീപ്പിൾ പ്രണയർ ആണെങ്കിൽ, അതായത് ആളുകളെ കേൾക്കാനും ആളുകളെ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് സന്തോഷമുള്ള ആളാണെങ്കിൽ, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്കും ഒരു നല്ല ലൈഫ് കോച്ചാകാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പമുള്ള ലിങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അതിമനോഹരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ.